കെ കവിത എഴുതിയിട്ടുണ്ട്. നമ്മളെല്ലാവരും വിത്ത് മരത്തെ ഉള്ളിൽ ചുമക്കുന്നത് പോലെ മരണത്തെ ചുമന്ന് നടക്കുകയാണെന്ന്. സത്യം. ഞാനിപ്പോൾ ഇറ്റലിയിലെ നെത്തൂണയിലെ അമേരിക്കൻ സിമിട്രിയിൽ വന്നു നിൽക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ച എല്ലാ അമേരിക്കൻ സൈനികർക്കും വേണ്ടി അവർ ഒരുക്കിയ സുന്ദരമായ, അതിസുന്ദരമായ സിമിത്തേരിയാണ് ഇത്. ഒരു സിമിത്തേരി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്. അങ്ങേറ്റം വൃത്തിയുള്ള, അങ്ങേറ്റം സുന്ദരമായ ഉദ്യാനം ഒരുക്കിയിരിക്കുന്നു. മരിച്ചവരുടെ ഇടം പേടിപ്പെടുത്തുന്ന ഇടമാകരുത്. മരിച്ചവരുടെ ഇടം ശരിക്കും നിത്യതയിലേക്ക് കണ്ണും നട്ട് മയങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടിയുള്ള കിടപ്പറ പോലെ ഒരുക്കി വെക്കണം. അങ്ങനെ ഒരുക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളിപ്പോൾ നടന്ന് എത്തിച്ചേരുന്നത് ഏറ്റവും സുന്ദരമായി ഒരുക്കിയിരിക്കുന്ന കുഴിമാടങ്ങളുടെ അടുത്താണ്. നിത്യതയുടെ പ്രതീകമായിട്ടുള്ള വെളുത്ത നിറത്തിലെ കുരിശുകൾ യുദ്ധത്തിലെ മുന്നണി പോരാളികൾക്ക് അമേരിക്ക നൽകിയിരിക്കുന്ന ആദരമാണിത്. ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് ഞാൻ നാളെ നീ എന്നും പ്രതിധ്വനിക്കുന്നത് ഓർമ്മയിൽ ജിയുടെ വരികൾ ഇവിടെയൊക്കെയോ മുഴങ്ങുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഷുവറായിട്ട് സംഭവിക്കുമെന്ന് കരുതപ്പെടാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, മരണം. ആ മരണത്തിന് വേണ്ടി, സുനിശ്ചിതമായ മരണത്തിന് വേണ്ടി സുനിശ്ചിതമായും ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഒരാൾ സുനിശ്ചിതമായി ചെയ്യേണ്ട കാര്യമെന്ന് ഞാനല്ല, വിശുദ്ധ അംബ്രോസാണ് കുറിച്ചു വെച്ചത്. മരണമേ നിൻ്റെ ദംശനം എവിടെ എന്ന് സെയിൻറ്റ് പോൾ ചോദിക്കുന്നുണ്ട്. മരണത്തിനപ്പുറത്തേക്ക് അതിസുന്ദരമായൊരു ജീവിതമുണ്ട്. ആ അതിസുന്ദരമായ ജീവിതത്തെ സ്വപ്നം കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ അതിസുന്ദരമായ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ അവർ വിശ്രമിക്കുന്ന ഇടവും അതിസുന്ദരമായിട്ട് തന്നെ ഇരിക്കണം. ഈ സിമിത്തേരി കാണുമ്പോൾ ഞാൻ അങ്ങേയറ്റം സന്തോഷത്തോട് പറയുന്നു, ഇങ്ങനെയായിരിക്കണം ഒരു സിമിത്തേരി. ഇങ്ങനെയായിരിക്കണം ഒരു കിടപ്പിടം. ഇവിടെ കിടക്കുന്നവർക്ക് സ്വാഭാവികമായും സൗന്ദര്യത്തിനും അപ്പുറത്തേക്ക് നീളുന്ന സൗന്ദര്യത്തിൻ്റെ കാഴ്ചകൾ സ്വപ്നം കാണാൻ സാധിക്കുമായിരിക്കും. ഇത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള മറ്റൊരു സിമിത്തേരി ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അങ്ങേയറ്റം ശാന്തത നിറഞ്ഞു നിൽക്കുന്നു. ദൈവിക ശാന്തത എന്ന് തന്നെ പറയണം. നിർമ്മല നിശ്ചല നീലത്തടാകത്തിലേക്ക് ഒരു തുള്ളി വന്ന് ചേരുന്നതാണ് മരണമെന്ന് ടാഗോർ എഴുതി. ഇവിടെ നിർമ്മല നിശ്ചല നീലത്തടാകം തൊട്ടടുത്തുണ്ട്. വെളുത്ത നിറത്തിലുള്ള കുരിശുകൾ നാട്ടിയിട്ടുണ്ട് ഓരോ കല്ലറയുടെയും മുകളിലായിട്ട്. ഈ അമേരിക്കൻ സോൾജിയേഴ്സിന് വേണ്ടിയുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു സ്മരണാഞ്ജലി ആയിരിക്കാം ഇത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു സിമിത്തേരി ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം സിമിത്തേരി എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം കിടപ്പറ എന്നാണ്. കൊയ്മത്തേരിയോൻ എന്ന പദത്തിൽ നിന്നാണ് സിമിത്തേരി എന്ന പദം വരുന്നത്. കൊയ്മത്തേരിയോൻ്റെ അർത്ഥം കിടപ്പറ എന്നാണ്. ഫ്രാൻസിസ് അസീസി ഈ കിടപ്പറയിൽ പോയി തന്നോട് തന്നെ ഒരു പ്രസംഗം നടത്തുമായിരുന്നു. ഉച്ചത്തിൽ ഒരു ആത്മകഥമാണത്. ഇത്രയ്ക്കുള്ളൂ ഫ്രാൻസിസ്കോ, ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഓൾ ഫ്രാൻസിസ്കോ. അദ്ദേഹം അവിടെ പോയി നൃത്തം ചെയ്യുമായിരുന്നു. കാരണം മരണം തീരുമ്പോൾ ജീവിതം ആരംഭിക്കുകയാണ്. ആനന്ദാനുഭൂതിയോടുകൂടി അയാൾ നൃത്തം ചെയ്ത ഇടങ്ങളുണ്ട്. അത് സിമിത്തേരിയുടെ ഇടങ്ങളാണ്. ഇവിടെ അതിസുന്ദരമായ ഈ സിമിത്തേരിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ആത്മാക്കളുടെ ആനന്ദ നൃത്തം നമുക്ക് കാണാം. കിഡ്സ് എഴുതിയിട്ടുണ്ട്, സിമിത്തേരിയിൽ ആത്മാക്കളുടെ സംഗീതം ഞാൻ കേൾക്കുന്നുവെന്ന്.
ശരിയാണ്. ബെർഗ്മാൻ്റെ സെവൻത്ത് സീലിൽ ആത്മാക്കൾ മരണത്തിൻ്റെ കൈപിടിച്ച് ആനന്ദ നൃത്തം ചവിട്ടി മുന്നോട്ട് നീങ്ങുന്ന ഒരു രംഗമുണ്ട്. അപ്പം മരണം ഒന്നിൻ്റെയും ഒടുക്കമല്ല, ഒടുക്കത്തിൽ ഒരു തുടക്കമുണ്ട്. ആ തുടക്കത്തിന് പിന്നെ ഒടുക്കമില്ല. അതായത് വിക്ടർ ഹ്യൂഗോ എഴുതിയതുപോലെ നിത്യതയിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ജാലകമാണ് മരണം. കറുത്തിരണ്ട ജാലകം മെല്ലെ തുറന്ന് ഒരാൾ നിത്യതയിലേക്ക് പറക്കുകയാണ്. മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന അതിസുന്ദരമായ ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യം പോലെ അതിസുന്ദരമായ ഒരു സിമിത്തേരി. ഇത്രയ്ക്ക് സുന്ദരമായൊരു സിമിത്തേരി മറ്റെവിടെയെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഡൊമിനിക് സാവിയോ പറഞ്ഞു, അന്ത്യനേരത്ത് അതിസുന്ദരമായ കാഴ്ചകൾ ഞാൻ കാണുന്നു. യോഹന്നാൻ, വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, പൂക്കൾ പൂക്കൾ പൂക്കൾ. ജീവിതത്തിനപ്പുറത്തേക്ക് നീളുന്ന നിത്യജീവിതത്തിൻ്റെ നാട്ടിൽ ഒരുപാട് സൗന്ദര്യം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ സിമിത്തേരികൾ അഴകിൻ്റെ ഒരു ഇടമായിരിക്കണം, അഴുക്ക് നിറഞ്ഞൊരിടമാകരുത്. ഈ സിമിത്തേരി പഠിപ്പിക്കുന്ന പാഠം അതാണ്. അങ്ങേറ്റം അഴകുള്ള, ശാന്തതയുള്ള, സൗമ്യതയുള്ള ഒരിടത്തായിരിക്കണം ഒരാൾ അന്ത്യവിശ്രമം കൊള്ളേണ്ടത്. പോപ്പ് ഫ്രാൻസിസിനെ കണ്ണീരണിയിച്ച സിമിത്തേരി കൂടിയാണിത്. 2017 സകല മരിച്ചവരുടെയും ദിവസം അദ്ദേഹം ഇവിടെ വന്നു കുർബാന അർപ്പിച്ചു. അതിനുശേഷം അജ്ഞാത ഭടന്മാർക്കും മറ്റും അദ്ദേഹം വെളുത്ത റോസാപ്പൂക്കൾ ആദരാഞ്ജലികൾ അർപ്പിച്ച് സമർപ്പിച്ചു. പിന്നീട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം കണ്ണീരണിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണീരണിഞ്ഞ ആ പ്രസംഗം ലോകത്തെ മുഴുവൻ കരച്ചിലിലേക്കും സമാധാനത്തിന് വേണ്ടിയുള്ള വലിയ ആശയിലേക്കും നയിച്ചു. പോപ്പ് ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞു, നേതാക്കന്മാരൊക്കെ വലിയൊരു വസന്തകാലം വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ യുദ്ധത്തിന് ശേഷം ലോകത്തിന് ലഭിക്കുന്നത് അങ്ങേയറ്റം ക്രൂരമായ ശൈത്യകാലമാണ്. മനുഷ്യരുടെ വികാര വിചാരങ്ങളൊക്കെ തണുത്തുറഞ്ഞു പോകുന്നു. സിമിത്തേരികളിൽ മരണവും വെറുപ്പും സങ്കടവും തളം കെട്ടിക്കിടക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, യുദ്ധത്തിൻ്റെ ഫലമെന്താണ്? വെറുപ്പ്, മരണം, പക. പിന്നീട് അദ്ദേഹം പറയുന്നു, ദൈവമേ ഞങ്ങളോട് പൊറുക്കുക, അറിവില്ലായ്മ നിമിത്തമാണ് ഞങ്ങളിങ്ങനെ തമ്മിൽ പോരാടുന്നത്. അദ്ദേഹം പറയുന്നു, ഈ ഇടം പ്രത്യാശയുടെ ഇടമാണ് സിമിത്തേരി. പക്ഷേ ഇവിടെ അമ്മമാരുടെയും സഹോദരങ്ങൾ നഷ്ടപ്പെട്ട സഹോദരിമാരുടെയും ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാരുടെയും ഒക്കെ സങ്കടങ്ങളും വിലാപവും നിറയുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ യുദ്ധം നിർത്തിത്തരണമേ. ഇനി മറ്റൊരു യുദ്ധം കൂടി ഈ ലോകത്തിന് താങ്ങാനാവില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ നിറഞ്ഞ ആ പ്രസംഗം ലോകമനസാക്ഷിയെ പിടിച്ചുകുലുക്കി. സമാധാനത്തിൻ്റെ പ്രാവുകൾ പറക്കേണ്ട ഇടമാണ് ഈ ലോകമെന്ന ചിന്തയാൽ അകത്തെവിടെയൊക്കെയോ സമാധാനത്തിൻ്റെ ദൂതുമായി വെള്ളരിപ്രാവുകൾ പറന്നിറങ്ങിയിട്ടുണ്ടാവണം. 7858 സൈനികർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ 77 ഏക്കർ വരുന്ന സെമിത്തേരിയിൽ നിന്നും മടങ്ങിപ്പോകുമ്പോൾ എൻ്റെ ഉള്ളിലും യുദ്ധത്തെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. മനുഷ്യർ പരസ്പരം പോരാടുന്നു, തമ്മിലടിക്കുന്നു, തമ്മിൽ കൊല്ലുന്നു. ഇങ്ങനെയൊരു ലോകത്ത് കുറച്ചുകൂടി കരുണ, കുറച്ചുകൂടി സ്നേഹം, കുറച്ചുകൂടി നന്മ അത് വന്നു കഴിഞ്ഞാൽ ലോകം കുറച്ചുകൂടി സുന്ദരമായി മാറില്ലേ? മാത്രമല്ല, ഈ ലോകത്ത് ഇടത്താവളം മാത്രമായി കണ്ടുകൊണ്ട് അല്പനേരം ചെലവഴിച്ചതിന് ശേഷം മടങ്ങിപ്പോകേണ്ടവരാണ് നമ്മളൊക്കെ യാത്രികരാണെന്നുള്ള ചിന്ത നമ്മെ കുറച്ചുകൂടി നന്നാക്കില്ലേ? ശരിയാണ്. ഇത്രയ്ക്ക് ശിരോഭാരം വേണ്ട, ഇത്രയ്ക്ക് ദേഷ്യം വേണ്ട, ഇത്രയ്ക്ക് പക വേണ്ട, ഇത്രയ്ക്ക് സ്വാർത്ഥതയും വേണ്ട. വെറും യാത്രക്കാരാണ്. ഒന്നുമല്ലാത്തവർ, ഒന്നുമില്ലാത്തവർ, ഒറ്റയ്ക്ക് വന്നവർ,
ഒറ്റക്ക് മടങ്ങിപ്പോകേണ്ടവർ നല്ല യാത്ര നേരുന്നു. മരണത്തിൻ്റെ ഇടത്തു നിന്നും ഉയർപ്പിൻ്റെ ഇടത്തിലേക്ക് നമുക്കൊരു യാത്ര പോവാം. കത്തോലിക്ക സഭയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രതീകമായ ജോൺ ലാറ്ററൻ ബസിലിക്കയിലേക്കാണ് ഇനിയുള്ള യാത്ര. കത്തോലിക്ക സഭയിലെ ഏറ്റവും പഴമയുള്ള, ഏറ്റവും പ്രാധാന്യമുള്ള തലപ്പള്ളി എന്ന് വിളിക്കപ്പെടാവുന്ന ആ പള്ളിയിലേക്കാണ് യാത്ര. വരൂ, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം.